ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗിരീസ് വെറൈറ്റി വ്ലോഗിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. ഞാനിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒന്നാണ് നെല്ലിക്ക. ഈ നെല്ലിക്ക നമ്മൾ ഉപ്പ് കൂട്ടി കഴിക്കുമായിരുന്നു. അതുപോലെ ഉപ്പില്ലാതെയും വെറുതെ പോലും നമ്മൾ അന്നൊക്കെ കൊച്ചിലെ കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴും നെല്ലിക്ക എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. നമ്മൾ അച്ചാറായിട്ടൊക്കെ നെല്ലിക്ക ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നെല്ലിക്ക ജ്യൂസ് വളരെ നല്ലതാണ്. നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് പിന്നെ രോഗപ്രതിരോധ ശേഷിക്ക് വളരെ നല്ലതാണ് ഇത് നെല്ലിക്ക. ഇതിൽ ധാരാളം വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും അതുപോലെ പൊട്ടാസ്യം, ഫൈബർ അങ്ങനെ ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ കുട്ടികൾക്കാണേലും വലിയവരാണേലും ഒക്കെ ദിവസവും ഇത് നമ്മൾ കഴിക്കേണ്ടത് തന്നെയാണ്. ഒരു ഔഷധവും കൂടിയാണല്ലോ നെല്ലിക്ക എന്ന് പറയുന്നത്. നമ്മൾ ആഹാരത്തിന് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഈ നെല്ലിക്ക നമ്മുടെ സ്കിന്നിനാണേലും നമ്മുടെ മുടിക്കാണേലും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. മുഖത്തിനാണെങ്കിൽ നമ്മൾ നല്ല തിളക്കം കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ കറുത്ത പാടുകൾ മാറാനും ഒക്കെ വളരെ നല്ലതായി ഈ നെല്ലിക്ക എന്ന് പറയുന്നത്. ഈ നെല്ലിക്കയുടെ പൊടി നമ്മൾ ചാലിച്ച് മുഖത്തിടാറുണ്ട്. അതുപോലെ തന്നെ അത് നല്ല തിളക്കമാണ് നമ്മുടെ മുഖത്തിന് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിക്ക് ഹെന്ന ചെയ്യുമ്പോൾ നമ്മൾ നെല്ലിക്കയുടെ പൊടിയും കൂടി ചേർക്കാറുണ്ടല്ലോ. അത് നമ്മുടെ താരനെ മാറാനും മുടി നല്ല കറുത്ത നല്ല കട്ടിയോടുകൂടി വളരാനും ഒക്കെ ഈ നെല്ലിക്ക പൊടി സഹായിക്കുന്നതാണ്. നല്ല മുടിക്ക് നല്ല തിളക്കം കിട്ടും, താരൻ മാറാനും ഒരുപാട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ നെല്ലിക്ക നമ്മൾ സ്ഥിരമായി കഴിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഓർമ്മശക്തിക്ക് വളരെ നല്ലതാണ്. അതിപ്പോ കൊച്ചുകുട്ടികൾക്കാണെങ്കിലും പ്രായമാർക്കാണ് എല്ലാവർക്കും നമുക്കിത് കഴിക്കുന്നത് നമുക്ക് നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിന്റെ മുഖത്തിന് നല്ല നിറം കിട്ടാനും തിളക്കം കിട്ടാനും അതുപോലെ തന്നെ മുടിക്കാണെങ്കിലും നമ്മുടെ താരൻ മാറാനും അതുപോലെ നല്ല കറുത്ത മുടി ആയിട്ട് വളരാനും ഒക്കെ നമുക്കിത് നെല്ലിക്ക ഒരുപാട് അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെല്ലിക്ക കൊണ്ട് ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ കൂട്ടുകാര് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എൻ്റെ കൂട്ടുകാര് ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് എന്താണ് ഞാൻ ഇന്ന് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 1/2 കിലോ നെല്ലിക്കയാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. ഇത് ഒരുപാട് വലുതുമല്ല, എന്നാൽ തീരെ ചെറുതുമല്ല. ഇത് ഞാൻ നന്നായി കഴുകി ഒരു ഉണങ്ങിയ തുണിയിൽ നമ്മൾ തുടച്ചെടുക്കണം. ഇത് മുഴുവനും നന്നായി തുടച്ചെടുത്ത് വെള്ളമയം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഞാനിത് മുഴുവനും നന്നായി തുടച്ചെടുക്കുകയാണ്. നെല്ലിക്ക നമ്മുടെ ഹെൽത്തിനാണേലും സ്കിന്നിനാണേലും അതുപോലെ മുടിക്കാണേലും ഒരുപാട് ഗുണമുള്ളതാണ്. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വളരെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികളാണെങ്കിലും പ്രായമുള്ളവരാണേലും എല്ലാവർക്കും ഇത് സ്ഥിരമായി കഴിക്കാവുന്ന ഒന്ന് തന്നെയാണ്. ഇത് നമ്മുടെ മുടി വളരാനാണേലും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു അപ്പച്ചെമ്പിലോ അല്ലെങ്കിൽ ഇഡലിക്കുട്ടകത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അത് നമുക്ക് ആവി കയറ്റാം. അങ്ങനെ ആവി കയറ്റുന്നതാണ്. അപ്പോൾ അതിലെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടത്തില്ല. നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിലെ ഗുണങ്ങളെല്ലാം ആ വെള്ളത്തിലോട്ട് പോകും. നമുക്ക് ആ വെള്ളം പിന്നീട് ഉപയോഗിക്കുന്നുമില്ല. ഇനിയിപ്പോൾ ഇത് ഞാൻ 10 മിനിറ്റത്തേക്ക് ആവി കയറ്റാനായിട്ട് വെക്കുവാണ്. ഇപ്പോൾ ഇതേ നോക്കി നന്നായിട്ടത് വെന്തു. 10 മിനിറ്റ് ആയപ്പോഴത്തേനും എല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ആറാൻ വെക്കാം. ഇത് സ്ഥിരമായിട്ട് കഴിച്ചാൽ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആകാനും മുടി നല്ല കറുപ്പും നല്ല തിളക്കവും ഒക്കെ കിട്ടാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഒരുപാട് വെന്ത് പോകാൻ പാടില്ല. കാരണം വെന്ത് പോയി കഴിഞ്ഞാൽ ഇത് പൊട്ടി കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് വരും. അപ്പോൾ ഈ പരുവത്തിൽ നമ്മൾ എടുക്കണം. ഇനിയിപ്പോൾ ഇത് ചൂട് മാറുമ്പോൾ ഓരോ നെല്ലിക്കയും നമുക്ക് ഒരു കൊച്ച് ഒന്നുകിൽ ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചോ നമുക്കൊന്ന് അത് ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കണം. എങ്കിലേ ഇതിൽ നന്നായിട്ടെല്ലാം പിടിക്കത്തുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് പനങ്കൽക്കണ്ടമാണ്. നമുക്ക് വേണമെങ്കിൽ ശർക്കര ഉപയോഗിക്കാം, അല്ലെ പഞ്ചസാര ഉപയോഗിക്കാം, അങ്ങനെ തേൻ എടുക്കാം, എന്ത് വേണമെങ്കിലും നമുക്കിത് തേൻ നെല്ലിക്കയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഇന്ന് എടുക്കുന്നത് പനങ്കൽക്കണ്ടമാണ്. ഈ പനങ്കൽക്കണ്ടത്തിനാണെങ്കിലും ഒരുപാട് ഗുണങ്ങളാണുള്ളത്. ഇതിപ്പോൾ ഞാൻ മിക്സിയിലൊന്ന് പൊടിച്ച് നല്ല അധികം തരിയില്ലാതെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഉരുക്കുമ്പോൾ നമുക്ക് എളുപ്പം തന്നെ ഉരുകി കിട്ടും. ഈ പനങ്കൽക്കണ്ടത്തിലാണെങ്കിലും നമുക്ക് ഇരുമ്പും സിങ്കും പൊട്ടാസ്യവും വിറ്റാമിൻസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്.
ഇനിയിപ്പോൾ ഈ നെല്ലിക്ക ഞാൻ പിന്നെ ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് വെച്ച് തന്നെ ഇങ്ങനെ ഹോളിടാവുന്നതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ കയ്യിലൊക്കെ കുത്തിക്കൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ടൂത്ത് പിക്ക് എടുത്തിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ ഇത് നമ്മളിങ്ങനെ കുറച്ച് എല്ലാത്തിലും ഹോളിട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഈ പനങ്കൽക്കണ്ടം എന്ന് പറയുന്നത് പനയിൽ നിന്ന് എടുക്കുന്നതാണ്. ചെറു ചൂടോടെ തന്നെ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഹോളിട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു പാനിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച പനങ്കൽക്കണ്ടം നമുക്കൊന്ന് ഇട്ട് ഉരുക്കിയെടുക്കാം. ഇത് ഉരുക്കുമ്പോൾ നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട. കാരണം നെല്ലിക്കയിലും കുറച്ച് വെള്ളം ഉണ്ടല്ലോ. അപ്പം ഇതിലേക്ക് ആവശ്യത്തിന് കലക്കാനായിട്ടുള്ള വെള്ളം മാത്രം എടുത്താൽ മതി. അപ്പം നെല്ലിക്കയുടെയും ഇതിലെയും കൂടി വെള്ളം ചേർന്ന് നന്നായിട്ട് ഈ നമ്മളിപ്പോൾ ഹോളും കൂടി ഇട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് അതിൽ പിടിച്ചോളും. ഇത് നമ്മൾ ഉരുക്കുമ്പോൾ അധികം തീയിൽ ഉരുക്കണ്ട. കാരണം ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ അത് ഇളക്കി ഒരു 30 മിനിറ്റെങ്കിലും ഈ നെല്ലിക്ക ഇതിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. ഈ പനങ്കൽക്കണ്ടം എന്ന് പറയുന്ന കഫം ഒഴിവാക്കാനൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കുമ്പോൾ ഈ കൽക്കണ്ടമാണ് ഉപയോഗിക്കുന്നത്. 6 മാസം തൊട്ടേ നമുക്കിതിങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് ഇത് ചൂടായി. ഇതിലേക്ക് ഞാൻ ആ നെല്ലിക്ക ഇടുവാണ്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് നമ്മൾ ചെയ്യാവുള്ളൂ. ലോ ടു മീഡിയം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റി നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 35 മിനിറ്റ് സമയം നമുക്കിതിങ്ങനെ ചെയ്യുമ്പോൾ ഈ നെല്ലിക്ക നന്നായിട്ടങ്ങ് ചുരുങ്ങും. ഇതിലെ വെള്ളമെല്ലാം ഇറങ്ങി അത് ഒന്നും കൂടി ഒന്ന് ചുരുങ്ങി ഇതിൻ്റെ നിറം മാറും. അതുവരെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി ഒന്ന് വേണേ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. ശ്രദ്ധിക്കണം, നമ്മൾ ഈ അടപ്പ് മാറ്റി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ തീ കൂട്ടിക്കഴിഞ്ഞാൽ ഈ നമ്മൾ കൽക്കണ്ട ഉരുക്കിയത് പെട്ടെന്നങ്ങ് സ്റ്റിക്കി ആയി പോവും. അതുകൊണ്ടാണ് അത് കുറഞ്ഞ തീയിൽ ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടോ നല്ല നന്നായിട്ട് പിടിച്ചു. ഇതൊരു 7 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്ത നെല്ലിക്കയാണ്. ഒരു ഓവർനൈറ്റ് വേണമെങ്കിലും നമുക്കിതിങ്ങനെ വെക്കാവുന്നതാണ്. ഇത് നമ്മൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലോ അടച്ച് നമ്മൾ ഒട്ടും കാറ്റ് കയറാതെ അടച്ചു വെക്കണം. 1 വർഷം വരെ കേടില്ലാതെ ഇരുന്നോളും. ഇത് വളരെ രുചിയുള്ള ഒന്നാണ്. അതുപോലെ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്നതുമാണ്. എൻ്റെ കൂട്ടുകാരെല്ലാം ഇത് ഉണ്ടാക്കിയതിന് ശേഷം എന്നെ കമൻ്റ് അറിയിക്കണം. അപ്പോൾ എൻ്റെ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി ഞാൻ വരാം. ബൈ.